ലോകാവസാനം സംഭവിക്കാൻ പോകുന്നത് 2060-ലാണോ? ഇക്കാര്യം കേട്ട് നമുക്ക് തോന്നും ഏതോ ഭ്രാന്തന്മാർ പറയുന്നതാണെന്ന്. എന്നാൽ സാക്ഷാൽ ഐസക് ന്യൂട്ടൺ തന്നെയാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ലോകാവസാനത്തെക്കുറിച്ച് മഹാനായ ഈ ശാസ്ത്രജ്ഞൻ കണക്ക് വച്ച് കൃത്യമായി കണ്ടുപിടിച്ചു. ചലനത്തിന്റെയും ഭൂഗുരുത്വാകർഷണത്തിന്റെയും നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഐസക് ന്യൂട്ടന്റെ കണ്ടെത്തൽ നൂറ്റാണ്ടുകൾ മുൻപാണ് നടത്തിയിരിക്കുന്നത്. 300 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1704-ലാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. അപ്പോകലിപ്സിന്റെ ബൈബിളിനെ കുറിച്ചുള്ള ദർശനങ്ങളിൽ, പ്രത്യേകിച്ച് അർമഗദ്ദാൻ യുദ്ധത്തിൽ അദ്ദേഹം ഗാഢമായി വിശ്വസിച്ചിരുന്നു. ബൈബിളിനെ കുറിച്ചുള്ള തന്റെ പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാനത്തെയും ബൈബിളിന്റെ ചരിത്രത്തിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളെയും ആസ്പദമാക്കിയാണ് ന്യൂട്ടൺ തന്നെ പ്രവചനം നടത്തിയിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ ഈ പ്രവചിക്കപ്പെട്ട യുദ്ധം വിവരിക്കുകയാണ്. കൂടാതെ നന്മയുടെ ശക്തികളെ തിന്മയുടെ ശക്തികൾക്കെതിരെ മത്സരിപ്പിക്കുന്നതായും ഇതിൽ പ്രതിപാദിച്ചിരുന്നു. ഈ യുദ്ധം ലോകാവസാനത്തെ അടയാളപ്പെടുത്തുമെന്നും ദൈവം കൊണ്ടുവന്ന സമാധാനത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നും വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ന്യൂട്ടൺ ബൈബിൾ ചരിത്രത്തിലെ ഗണിതവും തീയതികളും ഉപയോഗിച്ച് പ്രവചനത്തെ വ്യാഖ്യാനിക്കാൻ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ദിവസങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുകയും ചെയ്തു. ന്യൂട്ടനെ സംബന്ധിച്ച് ഈ കാലഘട്ടം, അതായത് 1260 വർഷങ്ങൾ, സഭയുടെ മോശം കാലഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലോകാവസാനം എന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ന്യൂട്ടൺ ചരിത്രത്തെയാണ് ആശ്രയിച്ചത്. ലോകാവസാനത്തിന് തുടക്കം കുറിച്ചത് AD 800-ലാണെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച 1260 കൂടി ചേർത്തപ്പോൾ 2060 എന്ന വർഷമാണ് ഇതിന്റെ അവസാന വർഷമായി ലഭിച്ചത്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ന്യൂട്ടൺ ഒരു കത്തിൽ വിശദമാക്കുന്നു. വെളിപാടുകളുടെ പുസ്തകത്തിൽ ഭൂമിയിൽ 1000 വർഷം ഭരിക്കുന്ന ഒരു ആഗോള ദൈവരാജ്യം സ്ഥാപിക്കാൻ ക്രിസ്തുവും വിശുദ്ധന്മാരും ഇടപെടുമെന്ന് വിശദമാക്കുന്നു. ഈ സമയത്ത് ക്രിസ്തുമതത്തിന്റെ ദുഷിച്ച ശാഖകൾ തകരുമെന്നും സത്യമായ സുവിശേഷം പരസ്യമായി പ്രസംഗിക്കപ്പെടുമെന്നും ന്യൂട്ടൺ വിശ്വസിച്ചിരുന്നു.